ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ. ഇന്ന് ഒരു പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രാമർ പാർട്ടില്ല, ക്വസ്റ്റ്യൻ ടാക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ധാരാളം ചോദ്യങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, അതുപോലെ 7th സ്റ്റാൻഡേർഡ് മുതൽ 7ാം ക്ലാസ് മുതൽ 10th വരെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എപ്പോഴും ഒരു മാർക്ക് നമുക്ക് എല്ലായ്പ്പോഴും ഉറപ്പിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ് ക്വസ്റ്റ്യൻ ടാക്സിനെ കുറിച്ച്. അപ്പോൾ ഇന്ന് ക്വസ്റ്റ്യൻ ടാഗിലേക്ക് കടക്കാം. നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അഥവാ പ്രസ്താവനയുടെ അവസാനം ഉറപ്പുവരുത്താനായി ചേർക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റിലെ സബ്ജക്റ്റിനെയും വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബിനെയും അടിസ്ഥാനമാക്കിയാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുക. പ്രസ്താവനയിലെ സബ്ജക്റ്റിനെയും ക്രിയയെയും അടിസ്ഥാനമാക്കിയാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുന്നത്. ഉദാഹരണം: ഷീ ഈസ് ഡാൻസിങ്. ഈസിൻഡ് ഷീ. ഹീ ഈസ് റീഡിങ് എ ബുക്ക്. ഈസിൻഡ് ഹി. ഒന്നാമത്തെ ഉദാഹരണത്തിൽ ഷീ ഈസ് ഡാൻസിങ്, അവൾ നൃത്തം ചെയ്യുകയാണ്. ഈ പ്രസ്താവനയുടെ ഭാഗമായി വരുന്ന ഉറപ്പുവരുത്താനായി ചോദിക്കുന്ന ചോദ്യമാണ് ഈസിൻഡ് ഷീ. അവൾ അല്ലേ, അവൾ നൃത്തം ചെയ്യുകയല്ലേ. ഈസിൻഡ് ഷീ എന്നുള്ളതാണ് ഇതിലെ ക്വസ്റ്റ്യൻ ടാഗ്. ഹീ ഈസ് റീഡിങ് എ ബുക്ക്. ഈസിൻഡ് ഹി. അവൻ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈസിൻഡ് ഹി. അവനല്ലേ, അവൻ പുസ്തകം വായിക്കുകയല്ലേ എന്ന ചോദ്യം. അപ്പോൾ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന പ്രസ്താവനയുടെ ഭാഗമായി വരുന്ന ചോദ്യമാണ് അല്ലേ എന്ന്. അപ്പോൾ അവനല്ലേ എന്ന് ചോദിച്ചതാണ് ഇതിലെ ക്വസ്റ്റ്യൻ ടാഗ്. ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ടാഗുകൾ എങ്ങനെ എഴുതാം? ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ ആദ്യമായി ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിലെ ഓക്സിലറി വെർബ് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഓക്സിലറി വെർബ്സ് ഏതെല്ലാമാണ്? ഡു, ഡസ്, ഡിഡ്, ഈസ്, ആം, ആർ, വാസ്, were, have, has, had, will, would, should, can, could, may, might, must, ought, need, used to. ഇവയെല്ലാമാണ് ഓക്സിലറി വെർബ്സ്. സെക്കൻഡായിട്ട് നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണോ എന്നാണ്. ഈ പ്രസ്താവന പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് ചേർക്കേണ്ടതാണ്. അതായത് നമ്മളെടുത്ത ഓക്സിലറി വെർബിൻ്റെ കൂടെ നോട്ടിൻ്റെ ഷോർട്ട് ഫോം N' ചേർക്കുക. തന്നിരിക്കുന്ന പ്രസ്താവന നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ കൂടെ നോട്ട് ചേർക്കേണ്ടതില്ല. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഓക്സിലറി വെർബിൻ്റെ കൂടെ നോട്ട് ചേർക്കേണ്ടതില്ല. മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് സബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്ന പ്രൊനൗൺ എടുത്തെഴുതുക. ഓക്സിലറി വെർബ് നെഗറ്റീവോ പോസിറ്റീവോ എന്നുള്ളത് നോക്കി നെഗറ്റീവോ പോസിറ്റീവോ എഴുതും. ലാസ്റ്റായിട്ട് സബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്ന പ്രൊനൗൺ എടുത്തെഴുതുന്നു. ഏതെല്ലാമാണ് പ്രൊനൗണുകൾ? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഇവയെല്ലാമാണ് പ്രൊനൗണുകൾ. അവസാനമായി നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ടാഗിന് ശേഷം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുക എന്നതാണ്. ഇപ്പോൾ നമുക്കവിടെ ഒരു ഫോം കിട്ടിയിട്ടുണ്ട്. ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് പ്ലസ് പ്രൊനൗണ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ഈ സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഇതിലെ ഓക്സിലറി വെർബിനെ ആദ്യം എടുക്കുക, ആർ. സെൻറ്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ നോക്കുക. സെൻറ്റൻസ് പോസിറ്റീവാണ്, അതുകൊണ്ട് ആറിൻ്റെ കൂടെ നോട്ട് ചേർത്തു, ആറിൻ്റെ. ഈ സെൻറ്റൻസിലെ പ്രൊനൗൺ എടുത്തെഴുതുക, ദേ. ഇനി ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക, ആറിൻ്റെ ദേ.
സെക്കൻഡ് എക്സാമ്പിൾ, ഇറ്റ് വാസ് റെയിനിങ്. ഈ സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗിനെ കണ്ടെത്തുക. ആദ്യം നമ്മൾ ചെയ്യുന്നത് തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഓക്സിലറി വെർബിനെ കണ്ടുപിടിക്കുക. വാസ് എന്നാണ് ഓക്സിലറി വെർബ്. അടുത്തതായി സെൻറ്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ എന്ന് നോക്കുക. വാസിൻ്റെ കൂടെ നോട്ട് എന്നുണ്ട്, ഇല്ല എന്ന്. ഒരു നെഗറ്റീവ് വാക്കാണ് നോട്ട്. അതുകൊണ്ട് തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവാണ്. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ നോട്ട് ചേർക്കേണ്ടതില്ല. ഇനി എടുത്തെഴുതേണ്ടത് പ്രൊനൗണിനെ മാത്രം. ഇറ്റ് എന്നാണ് തന്നിരിക്കുന്നതിലെ പ്രൊനൗൺ. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ ടാഗ് വാസ് ഇറ്റ്. ഒരു സെൻറ്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ നെഗറ്റീവ് വേർഡുകൾ അറിഞ്ഞിരിക്കണം. ഏതെല്ലാമാണ് നെഗറ്റീവ് വേർഡുകൾ? നോക്കാം. നോ, നോട്ട്, നിൽ, നെവർ, നൺ, നൺ ഓഫ്, നെയ്തർ, നോർ, no one, nothing, nobody, nowhere, hardly, scarcely, rarely, barely, few, little and seldom. ഇവയെല്ലാമാണ് നെഗറ്റീവ് വേർഡ്സുകൾ. എന്നാൽ സുഹൃത്തുക്കളെ, എല്ലായ്പ്പോഴും ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഓക്സിലറി വെർബ് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ മെയിൻ വെർബായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എങ്ങനെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാം എന്നാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഒരു ഉദാഹരണം നോക്കാം. ദേ റൈറ്റ് നീറ്റ്ലി. ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ പ്രധാന ക്രിയയായിട്ട് റൈറ്റ് തന്നിട്ടുണ്ട്. ഓക്സിലറി വെർബ് ഇല്ല. ഈ പ്രധാന ക്രിയയിൽ നിന്ന് നമ്മൾ ഓക്സിലറി വെർബിനെ കണ്ടെത്തണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ക്രിയ ഏത് ടെൻസ് ആണ് എന്ന് നോക്കുക. പ്രസൻറ്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ? റൈറ്റ് എഴുതുക എന്നുള്ളതാണ്, പ്രസൻറ്റ് ടെൻസ് ആണ്. ചെയ്യുക എന്ന പ്രവൃത്തിയാണ് സൂചിപ്പിക്കുന്നത്. ചെയ്യുക എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ഓക്സിലറി വെർബുകളാണ്, ഡു എന്നും ഡസ് എന്നും. ഡു ആണോ വരുന്നത്, ഡസ് ആണോ വരുന്നത് എന്നറിയാൻ ഇനി നമ്മൾ നോക്കേണ്ടത് സബ്ജക്റ്റിനെയാണ്. സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ ഡസ്സും സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിൽ ഡു എന്നും വരാം. ഇവിടെ തന്നിരിക്കുന്നത് ദേ എന്നാണ്, അവർ, അതായത് ബഹുവചനമാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കേണ്ട ഓക്സിലറി വെർബ് ഡു ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ നിന്ന് ഓക്സിലറി വെർബിനെ കിട്ടി, ഡു. ഇനി സെൻറ്റൻസ് നെഗറ്റീവോ പോസിറ്റീവോ നോക്കാം. സെൻറ്റൻസ് നമുക്കറിയാം പോസിറ്റീവാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെ നോട്ട് ചേർക്കാം, ഡോണ്ട്. ഇനി നമുക്ക് പ്രൊനൗണിനെ എഴുതാം, ദേ. ക്വസ്റ്റ്യൻ ടാഗ് ഡോണ്ട് ദേ എന്ന് നമുക്ക് ലഭിച്ചു. സെക്കൻഡ് എക്സാമ്പിൾ, ഷീ റൈറ്റ്സ് നീറ്റ്ലി. തന്നിരിക്കുന്ന എക്സാമ്പിളിൽ ഓക്സിലറി വെർബില്ല, പകരം പ്രധാന ക്രിയ മെയിൻ വെർബായിട്ട് റൈറ്റ്സ് തന്നിരിക്കുന്നു. റൈറ്റ്സ് എഴുതുന്നു. പ്രസൻറ്റ് ടെൻസിൽ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ ക്രിയയാണ് റൈറ്റ്സ്. നമുക്കറിയാം ചെയ്യുക, എഴുതുക എന്ന അർത്ഥം വരുന്ന വാക്കായതുകൊണ്ട് തന്നെ ഡു ഓർ ഡസ് ഇവയാണ് വരിക. പക്ഷേ ഇവിടെ വളരെ എളുപ്പമുള്ള ഒരു വസ്തുതയുണ്ട്. വെർബിൻ്റെ കൂടെ എസ് വരുന്നുണ്ടോ, ഇ എസ് വരുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും ആ ക്രിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓക്സിലറി വെർബ് ഡസ് ആയിരിക്കും. ശ്രദ്ധിക്കുക, വെർബിൻ്റെ കൂടെ എസ്സോ ഇ എസ്സോ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഓക്സിലറി വെർബ് ഡസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഡസ് എന്നാണ്. ഇനി സബ്ജക്റ്റ് ആരായെന്ന് നോക്കാം. സിംഗുലർ ആണ്, ഷീ ആണ്, അതുകൊണ്ട് തീർച്ചയായും ഡസ് തന്നെയായിരിക്കും. സെൻറ്റൻസ് നെഗറ്റീവോ പോസിറ്റീവോ? പോസിറ്റീവ് ആണെന്നറിയാം, അതുകൊണ്ട് ഡസിൻ്റെ കൂടെ നോട്ട് ചേർക്കാം, ഡസിൻ്റെ. പ്രൊനൗണ് ഷീ. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ഡസിൻ്റെ ഷീ. തേർഡ് എക്സാമ്പിൾ, ഹി റോട്ട് നീറ്റ്ലി. ആസ് യൂഷ്വൽ തന്നിരിക്കുന്ന മെയിൻ വേർബ് റോട്ട്, ഓക്സിലറി വേർബില്ല. റോട്ട് ഒരു പാസ്റ്റ് ടെൻസ് ആണ്, എഴുതി എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഭൂതകാലത്തിലെ ഒരു പ്രവൃത്തിയാണെങ്കിൽ,
അതായത് കഴിഞ്ഞുപോയ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുകയാണെങ്കിൽ അത് ചെയ്തു എന്നാണ് പറയുന്നത്, പൂർത്തീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഓക്സിലറി വെർബിൽ ചെയ്തു എന്ന് സൂചിപ്പിക്കുന്നത് ഡിഡ് എന്നുള്ള ഓക്സിലറി വെർബാണ്. അപ്പോൾ ഏത് പ്രവൃത്തിയും ചെയ്തു എന്നാണെങ്കിൽ ഡിഡ് ആയിരിക്കും. ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഓക്സിലറി വെർബ് ഡിഡിനെ നമ്മൾ എടുത്തു. സെൻറ്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ എന്ന് നോക്കാം. സെൻറ്റൻസ് പോസിറ്റീവാണ്. ഡിഡിൻ്റെ നെഗറ്റീവ് നമുക്ക് എഴുതാം, ഡിഡിൻഡ്. തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ പ്രൊനൗൺ എടുത്തെഴുതാം, ഹി. ക്വസ്റ്റ്യൻ ടാഗ് ഡിഡിൻഡ് ഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ഒരു വീഡിയോ ലെസൻ്റെ അവസാന ഭാഗമായി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഓക്സിലറി വെർബുകളുടെ നെഗറ്റീവ് ഫോമിനെ കുറിച്ചാണ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കണം എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. ഏതെല്ലാമാണ് ഓക്സിലറി വെർബിൻ്റെ നെഗറ്റീവ് ഫോമുകൾ? ഡു പ്ലസ് നോട്ട് ഡോണ്ട്, ഡസ് പ്ലസ് നോട്ട് ഡസിൻഡ്, ഡിഡ് പ്ലസ് നോട്ട് ഡിഡിൻഡ്, ഈസ് പ്ലസ് നോട്ട് ഈസിൻഡ്, ആം പ്ലസ് നോട്ട് ആറിൻഡ്. ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് ആമിൻ്റെ നെഗറ്റീവ് ആറിൻഡ് ആയിരിക്കും ക്വസ്റ്റ്യൻ ടാഗിൽ. ആർ പ്ലസ് നോട്ട് ആറിൻഡ് തന്നെയാണ്. വാസ് പ്ലസ് നോട്ട് വാസിൻഡ്, വേർ പ്ലസ് നോട്ട് വേറിൻഡ്. ഹാസ് പ്ലസ് നോട്ട് ഹാസിൻഡ്, ഹാവ് പ്ലസ് നോട്ട് ഹാവിൻഡ്, ഹാഡ് പ്ലസ് നോട്ട് ഹാഡിൻഡ്, വിൽ പ്ലസ് നോട്ട് വോണ്ട്. വില്ലിൻ്റെ നെഗറ്റീവ് വോണ്ടാണ്. വുഡ് പ്ലസ് നോട്ട് വുഡിൻഡ്, ഷാൾ പ്ലസ് നോട്ട് ഷാണ്ട്. ഷാളിൻ്റെ നെഗറ്റീവ് ഷാണ്ടാണ്. ഷുഡ് പ്ലസ് നോട്ട് ഷുഡിൻഡ്, ക്യാൻ പ്ലസ് നോട്ട് കാണ്ട്. മേ പ്ലസ് നോട്ട് മേയിൻഡ്, മൈറ്റ് പ്ലസ് നോട്ട് മൈറ്റിൻഡ്, മസ്റ്റ് പ്ലസ് നോട്ട് മസ്റ്റിൻഡ്, ഓട്ട് പ്ലസ് നോട്ട് ഓട്ടിൻഡ്, നീഡ് പ്ലസ് നോട്ട് നീഡിൻഡ്, ഡയർ പ്ലസ് നോട്ട് ഡയറിൻഡ്, യൂസ്ഡ് ടു പ്ലസ് നോട്ട് ഡിഡിൻഡ്. ശ്രദ്ധിക്കേണ്ടത് യൂസ്ഡ് ടു എന്നതിൻ്റെ നെഗറ്റീവ് ഡിഡിൻഡ് എന്നായിരിക്കും. ഇത്രയുമാണ് ഓക്സിലറി വെർബിൻ്റെ നെഗറ്റീവ് ഫോമുകൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ ഒരു മത്സര പരീക്ഷയാണ്, ഒരു SSLC പരീക്ഷയോ PSC പരീക്ഷയൊക്കെ ആണെങ്കിൽ ചോദ്യങ്ങൾ ഇതിനേക്കാൾ കുറച്ചുകൂടെ കടുപ്പമേറിയ ചോദ്യങ്ങളായിരിക്കും വരിക. അപ്പോൾ കുറച്ചുകൂടെ ഇതിനെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം വസ്തുതകളുമായി നമ്മൾക്ക് അടുത്ത വീഡിയോ ലെസണിൽ കണ്ടുമുട്ടാം. ഈ വീഡിയോ ലെസൺ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് പങ്കുവയ്ക്കാൻ മറക്കാതിരിക്കുക. വീണ്ടും കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോ ലെസണിൽ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.